സുജാതയുടെ വീടല്ലേ ഇത്? അതെ, എന്താ കാര്യം? ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് വരിക. എന്റെ പേര് മിനി. സുജാതയുടെ കൂടെ പഠിക്കുക. സുജ ഇല്ലേ ഇവിടെ? കൊണ്ടുവരും. അവള് രാവിലെ വന്നു. കോളേജ് ഒരാഴ്ച അവധിയാന്നാ പറഞ്ഞത്. അവധിയൊന്നും അല്ലമ്മേ, അവള് കള്ളം പറഞ്ഞതാ. അവള് പറഞ്ഞപ്പോ ഞാനും വിശ്വസിച്ചില്ല. കള്ളം പറഞ്ഞ അവള് മുഖം വിളിച്ചു പറയും അത് കളവാണെന്ന്. എന്താ മോളെ കാര്യം? അതൊന്നുമല്ല. ഇന്നലെ സുജാത കോളേജിലൊന്ന് പാടി. അവള് പാടിയെന്നോ? എന്റെ മുമ്പിൽ വെച്ചെന്നെ പാടാൻ അവൾക്ക് വലിയ നാണമാ. അതെ, പക്ഷെ പാടി. എന്റെ നിർബന്ധം കൊണ്ട് അവള് പാടിയത്. പാടിയപ്പോ ഏതോ ആമ്പിള്ളേര് കൂവി. സുജാത പാട്ട് പകുതിയാക്കി നിർത്തി. വലിയ കുറച്ചിലായിപ്പോയെന്നും പറഞ്ഞ് എന്നോട് പിണങ്ങി പോന്നതാ. ഓഹോ, അത്രയുള്ളോ കാര്യം? ഓ, മനസമാധാനമായി. വന്നു കയറിയപ്പോ പോലെ അവക്കൊരു ഭാവം മാറ്റം. കാപ്പിയും കുടിച്ചില്ല. എന്താ കാര്യമെന്ന് വീട്ടിലിരിക്കുന്നവർ എങ്ങനെ അറിയാനാ കുഞ്ഞെ? ആ, മോള് വന്നേ. ചേട്ടാ, ഇത് സുജമ്മയുടെ കൂടെ പഠിക്കുന്ന കുട്ടിയാ. ഇത് അവളുടെ അമ്മാവനാ. നമസ്തേ. കുഞ്ഞു നടന്നു നോക്കൊന്ന് ചേട്ടനോട് പറഞ്ഞേ. ഞാൻ അപ്പോഴേക്കും പോയി ചായ കൊണ്ടുവരാം. ഇങ്ങനാണെങ്കിൽ എങ്ങനെയാ ചേട്ടാ? നമുക്ക് അവളുടെ പഠിത്തം വേണ്ടെന്ന് വെക്കാം. അവളുടെ സ്വഭാവത്തിന് ഇനിയും 3 വർഷം കൂടി പഠിക്കുകയെന്ന് വെച്ചാൽ. അതുകൊണ്ട് നീ എന്താ ഭാർഗവി പറയണത്? ഇന്നത്തെ കാലത്ത് മെഡിസിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആളുകൾ പരക്കം പാഞ്ഞ് നടക്കുക. അപ്പോഴാണ് കിട്ടിയ സീറ്റ് വേണ്ടാന്ന് വെക്കുന്നത്. ഡോക്ടർമാരുടെ മോളുണ്ടല്ലോ അല്ലേ? ഞാൻ അവളോട് സംസാരിക്കട്ടെ. വരൂ, കുട്ടിയും വരൂ. വരൂ. ഈ കൂവലിനെ പറ്റി തന്റെ അഭിപ്രായം എന്താ? ഒരു കൂവല് കേട്ടപ്പോ താനിങ്ങോട്ട് ഓടി പോന്നു എന്ന് കേട്ടല്ലോ. ഇപ്പൊ ആരെടോ കൂവാത്തത്? ഇന്നത്തെ കാലത്ത് കൂവല് വലിയ കാര്യമായിട്ട് എടുക്കാനുണ്ടോ? ആട്ടെ, എവിടെയാ കൂവലില്ലാത്തത്? ഈ കൂവലെന്ന് പറയുന്നതേ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. അമ്മാവൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞു. എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചല്ലേ? അയ്യോ മിനി, വീടെങ്ങനെ മനസ്സിലായി? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. എന്റെ വണ്ടിക്കൂലി തന്നേക്കണം കേട്ടോ. മിനി വന്നത് എന്തായാലും നന്നായി. ഇതാണ് ഞാൻ പറയാറുള്ള അമ്മാവൻ. അമ്മാവാ, മിനി അമ്മാവനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ? മിനിയുടെ വണ്ണം കൂടി വരികയാണെന്ന് മിനിക്കൊരു തോന്നൽ. വണ്ണം കുറയ്ക്കാനെന്നും പറഞ്ഞ് എന്തൊക്കെയോ മരുന്ന് വാങ്ങിക്കഴിച്ചു. ഞാൻ പറഞ്ഞു അമ്മാവനെ കണ്ടാൽ ചില എക്സർസൈസ് പറഞ്ഞു തരുമെന്ന്. മരുന്ന് വാങ്ങിക്കഴിച്ച് വണ്ണം കുറയ്ക്കാൻ നോക്കരുത്. അത് ഗുണത്തെക്കാളേറെ ദോഷമായിട്ടായിരിക്കും ഭവിക്കുക. മിനിക്ക് വണ്ണം സ്വല്പം കൂടുതൽ തന്നെയാ.